കുടുംബ അസോസിയേഷൻ്റെ കാരണവന്മാരായ അതിൽ പ്രധാനികളായ 2 പേരെ ആദരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇതുപോലെ ഒരിക്കലും ഒരുമിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി നമ്മുടെ ഒരു കുടുംബസംഗമം തലപ്പാറയിൽ വെച്ച് നടക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പാണ്ടിക്കാടുള്ള ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. ചെവിടിക്കുന്നൻ എന്ന വീട്ടുപേരുള്ള. അറിയില്ലായിരുന്നു ഇവരും ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് അന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. പിന്നീട് നമ്മുടെ കുടുംബത്തിലെ പ്രധാന നേതാക്കൾ പലരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി മലയാള മണ്ണിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിറകറ്റ് കിടന്നിരുന്ന അവർ ഒരു മുത്തുമാലയിൽ നിന്ന് പൊട്ടിയറ്റ് വീണ് ചിതറിക്കിടന്നിരുന്ന കുടുംബങ്ങളെ അവരെല്ലാവരും ഒരുമിച്ച് ചേർത്ത് പല ദേശങ്ങളിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു ചേർത്ത് നാം എല്ലാവരും ഒരു കുടുംബാംഗങ്ങളാണ്, നാം എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ടവരാണ്, ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളും പേരമക്കളുമാണെന്ന് പറഞ്ഞ ആ ഒരു സന്ദേശം നമുക്ക് കൈമാറി നമ്മളെ പലതവണ ഇതുപോലെ ഒന്നിച്ചിരിക്കാൻ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ പ്രധാനികളായ 2 നേതാക്കന്മാർ, 3 നേതാക്കന്മാരെയാണ് ഇവിടെ വെച്ച് ആദരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് CK അഹമ്മദ് കുട്ടി മാസ്റ്ററെയും നമ്മുടെ ട്രഷറർ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയെയും അതുപോലെ നമ്മുടെ എല്ലാമായ ആലി ഹാജിയെയും ഈ വേദിയിൽ വെച്ച് യൂത്ത് വിങ് ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മാസ്റ്റർക്കുള്ള മൊമെൻറ്റോയും ഷോളും നൽകി അവരെ ആദരിക്കുന്നതിന് വേണ്ടി യൂത്ത് വിങ്ങിൻ്റെ അജയ്യരായ പ്രസിഡന്റ് മുജീബിനെയും ട്രഷറർ ഷാനവാസ് മമ്പാടിനെയും പ്രവാസി സാരഥി ബഹുമാനപ്പെട്ട ഹനീഫ തെക്കേകുളമ്പിനെയും ഞങ്ങളുടെ എല്ലാമായ അലവിക്കുട്ടി കണ്ണമംഗലത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരണീയരായ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മാസ്റ്ററെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഞാനിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഈ പുതപ്പിച്ചാൽ പിന്നെ ആദരിച്ചാൽ പിന്നെ ആ ആൾക്ക് ഒരു വളർച്ച അല്ല തളർച്ച ഉണ്ടായാലെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കൊരുപാട് പിന്നെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ ടീച്ചർ റോൾ മോഡൽ അവാർഡ് എന്ന പേരിലൊരു ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രവർത്തിച്ച അധ്യാപക സംഘടനയിൽ എനിക്ക് ചാക്കീരി അധ്യാപക അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ
സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ ഡയറക്ടറായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ തൊട്ടടുത്തിരിക്കുന്ന SSAൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പറായിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവാർഡുകളൊക്കെ കിട്ടിയിട്ട്, ഒരുപാട് അനുമോദനങ്ങൾ, ഒരുപാട് പദപ്പിക്കൽ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ട്രോഫികൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല വാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിനൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയുടെ, കൃത്രിമതയുടെ ഒരു മുഖമുണ്ടായിരുന്നുവെന്ന് ഞാനത് ഏറ്റുവാങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ ആ അംഗീകാരങ്ങളിൽ നിന്നൊക്കെ എത്രയും വ്യത്യസ്തമായിട്ട് കിട്ടിയ ഈ അംഗീകാരമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം, എൻ്റെ ചോരപ്പിറപ്പുകൾ എൻ്റെ പ്രവർത്തനം വിലയിരുത്തി എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് പലർക്കും അംഗീകാരം കിട്ടാതിരിക്കൽ കുടുംബത്തിലാണല്ലോ. വീട്ടിലാളെ അംഗീകാരം കുറവാകുക. ഒരു നാട്ടിലൊക്കെ ഉഷാറാണ്, പക്ഷെ വീട്ടിൽ അരക്കാശിന് പറ്റൂല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇതുവരെ വീട്ടിൽ അംഗീകരിക്കപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം വീട് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പം അടുത്താണ് തുടങ്ങിയത്. റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഒരു 2-3 കൊല്ലം മുമ്പാണ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ എനിക്കുണ്ടായിട്ടുള്ളത്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഏതൊരു മേഖലയിലും എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന മേഖല ഏതായാലും ആ മേഖലയുടെ വിജയത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനം എല്ലാവരും ചെയ്യണം. ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. ഇത് കിട്ടിയ അംഗീകാരമല്ല, ഇവിടെ കൂടിയ മുഴുവൻ ചെവിടിക്കുന്ന കുടുംബാംഗങ്ങൾക്കും കിട്ടിയ അംഗീകാരമാണ്. കാരണം നമ്മളാണ് ഈ കൂട്ടായ്മക്ക് കാരണമായിട്ടുള്ള, ഞാൻ അതിനൊരു കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെ പോലും ഒരു കൂടുതൽ പ്രയത്നമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ആദരിക്കപ്പെടുന്നതിന് സമമാണ്. നമ്മളെല്ലാവരും ആദരിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും എനിക്ക് ഈ യുവാക്കളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്തൊരു കാര്യം ഏറ്റെടുത്താൽ ആ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള കഠിനമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ സ്വപ്നം കാണാൻ തുടങ്ങണം. എന്ത് സ്വപ്നം? വേണ്ടാത്ത സ്വപ്നമല്ല. ഭാവിയിൽ ഇന്ന നിലയിൽ എത്തുന്നതിനെ കുറിച്ചുള്ള സ്വപ്നം കാണുകയും ആ സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമം ഏർപ്പെടുത്തുകയും ആ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്യണം. എപ്പോഴും ആ സ്വപ്നം തോളിലേറ്റ് നടക്കണം. എപ്പോഴാണോ നമ്മളൊരു കാര്യം ചെയ്യാതിരുന്നാൽ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും? പിന്നീട് ജീവിതത്തിൽ ഉടനീളം ഖേദിക്കേണ്ടി വരും. ഞാനിപ്പോൾ മിനിഞ്ഞാന്നായിരുന്നു ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PGTC പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഇൻ കൗൺസിലിംഗ് എന്ന കോഴ്സ് പാസ്സായിട്ട് ഞാനൊന്നാണ് ബിരുദപ്പട്ടം വാങ്ങിയത്. കോൺവക്കേഷൻ സെറിമണി മിനിഞ്ഞാന്നായിരുന്നു. ഞാനത് പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ BEdന് MAക്ക് പഠിച്ചുകൊണ്ടിരിക്കെ 1 വർഷം പൂർത്തിയാക്കി പരീക്ഷ എഴുതിയിട്ട് വേഗം BEdന് പോയി. കാരണം വീട്ടിനടുത്തുള്ള സ്കൂളിലെ പോസ്റ്റ് ആഗ്രഹിച്ചുകൊണ്ട് പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നും ഒരു നീറ്റലായിട്ട് മാറിയിരുന്നു ആ MA പൂർത്തിയാക്കാത്തൊരു കാര്യം. കാരണം അതൊരു ഭീരുത്വമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയിട്ട് എന്നെക്കാളും താഴെയുള്ള എൻ്റെ പകുതി വയസ്സുള്ള ടീച്ചേഴ്സിൻ്റെ മുന്നിൽ ഒരു കുട്ടിയായിരുന്ന് കോഴ്സ് പഠിച്ച് പാസ്സായി അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ അവസരങ്ങൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. കിട്ടുന്ന അവസരങ്ങൾ ആരാണോ പൂർണ്ണമായിട്ട് വിനിയോഗപ്പെടുത്തുന്ന അവരെ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. കുട്ടികൾ എന്ത് വേണം? ഒരു കാര്യവും കഴിയില്ല എന്ന് പറഞ്ഞിട്ട്, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. വീണ്ടും 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 ശ്രമിക്കണം. എന്നിട്ടോ വീണ്ടും 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 പരാജയപ്പെടണം. എന്നിട്ടോ അവസാനം ജയിക്കണം. അങ്ങനെയാണ് ജീവിതത്തിൽ.
കുറേ നടക്കാൻ പഠിക്കും. കുട്ടികൾ കുറേ നടന്നിട്ട് കുറേ വീണിട്ട് നടക്കാൻ പഠിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. വരും കാലങ്ങളിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുടുംബ അസോസിയേഷൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ ദീപശിഖയൊക്കെ ഏറ്റെടുക്കേണ്ട ആൾക്കാരുങ്ങളാണ്. ഞങ്ങളൊക്കെ വയസ്സന്മാരായി. ഞങ്ങൾക്കൊക്കെ ഇനി ഇപ്പോൾ നിങ്ങൾ അവാർഡാണ് തന്നതെങ്കിൽ ഇനി സംഘടനയിൽ ഞങ്ങൾക്ക് പെൻഷൻ തരേണ്ട സാഹചര്യമാണ്. ഞങ്ങളൊക്കെ വയസ്സന്മാരായി. യുവാക്കളാണ് ഈ സംഘടനയെ കൊണ്ടു നടക്കേണ്ടത്. അതിന് കരുത്തുറ്റ ഒരു യുവനിര വന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 12 വർഷത്തിനകം നമ്മളൊക്കെ നമ്മുടെ സംഗമം നടത്താൻ യുവജന വിദ്യാർത്ഥി പ്രവാസി സംഗമം നടത്തുന്ന തരത്തിലേക്ക് നമ്മളൊക്കെ ഉയർന്നു വന്നു. നമ്മൾ സംഘാടകരായി, നമ്മൾ പ്രാസംഗികരായി, നമ്മൾ മികവുറ്റ പ്രവർത്തകരായി മാറിയിട്ടുണ്ട്. അതിനുപകരിക്കുന്ന ഒരു വേദിയായി മാറട്ടെ. അവസാനമായിട്ട് ഒരൊറ്റ സന്ദേശം കൂടി, ഒറ്റ സന്ദേശം ഞാൻ പറയുന്നുള്ളൂ. ഇതിനെ നെഞ്ചിലേറ്റേണ്ടത് നമ്മളാണ്. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഈ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി. ചെവിടിക്കുന്ന അസോസിയേഷൻ എന്ന പ്രസ്ഥാനം ഉണ്ടാക്കാനും ശക്തിപ്പെടുത്താനും. ഇതിനെ നശിപ്പിക്കാൻ ആർക്കേ കഴിയുള്ളൂ? നമുക്ക് മാത്രമേ കഴിയുള്ളൂ. ഓരോരുത്തരും കരുതണം, ഞാൻ അതിന് കാരണക്കാരാകരുത് എന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സമഭാവനയോടുകൂടി, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഉദാത്ത വികാരമാണ് സ്നേഹാർദ്രത. ഇതോടുകൂടി പെരുമാറി നല്ല മനുഷ്യകോലങ്ങളായി മാറിയാൽ ഈ സംഘടന പൂർവാധികം ശക്തിയോടുകൂടി നിലനിൽക്കും. ഇത്തരമൊരു വേദി വരുത്തി തന്ന കാരണം യുവാക്കൾ ഞങ്ങളെ പരിഗണിച്ചതിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇത് അനവസരത്തിൽ തന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് അവസരത്തിൽ തന്നത് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൂട്ടായ്മ സർവശക്തനായ അല്ലാഹു സർവോപരി ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക്, ഭാരവാഹികൾക്ക്, യൂത്ത് വിങ്ങിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.